ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നാളെ മുതൽ റമദാൻ മാസത്തിൻ്റെ നോയമ്പ് തുടങ്ങുകയാണ്. റമദാന് മുൻപുള്ള അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഉമ്മലസത്തുള്ള തട്ടുകടയിലാണ്. ആ തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബഹറിൻ്റെ അതിമനോഹരമായ കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഒരു മനോഹരമായ ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഉള്ളത് ഉമ്മലസ തട്ടുകടയിലാണ്. ഞങ്ങളോടൊപ്പം ബിനു കുണ്ട്രിയുണ്ട്, നികാസ് ഉണ്ട്, അതുപോലെ തന്നെ സാബത്ത് ഫാമിലി ഉണ്ട്. ഇവിടുത്തെ ഉച്ചയൂണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഈ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകാൻ പോകുന്നത് യുണൈറ്റഡ് അക്വാകൾച്ചർ ഫിഷ് ഫാമിലേക്കാണ്. അത് ഹമർ ടൗണിലാണ്. ആ ഫിഷ് ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒരുപാട് പല വെറൈറ്റി ആയിട്ട് ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് അവിടെ ഉള്ളത്. ഫിഷിനെ ഫീഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ യുണൈറ്റഡ് അക്വാകൾച്ചർ ഫിഷ് ഫാമിലേക്ക് നമ്മൾ പോകുന്നത്. ഹമർ ടൗണിലാണ് ഈ ഒരു ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഫിഷ് ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുക. ഇപ്പം നമ്മൾ സെഗയിൽ നിന്ന് നികാസിനെയൊക്കെ എടുത്തിട്ട് നേരെ ഹമർ ടൗണിലേക്ക് പോവുകയാണ്. ഞങ്ങളോടൊപ്പം നികാസുണ്ട്, ബിനു കുണ്ട്രയുണ്ട്, സാബത്തും ഫാമിലിയും വേറൊരു വണ്ടിയിലാണ് ഫോളോ ചെയ്യുന്നത്. കിച്ചുമോനുണ്ട്, അച്ചുമോൻ വേറൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താണ്. ഞങ്ങൾ സഗയിൽ നിന്ന് നിയാസിനെ കൂടെ പിക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഫിഷ് ഫാം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ കാണിക്കുന്നത് ഹമർ ടൗൺ ആണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മാൽക്കിയിലാണ്. അപ്പോൾ മാൽക്കിയിലുള്ള മനോഹരമായ ഒരുപാട് വ്യത്യസ്തങ്ങളായ മീനുകളെയൊക്കെ വളർത്തുന്ന ആ ഫിഷ് ഫാം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ഫിഷ് ഫാം കാണുന്നത്. ഒരുപാട് തവണ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതുവരെ അവിടെ എത്താൻ കഴിഞ്ഞില്ല. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് പോകാനൊക്കെ തീരുമാനിച്ചതാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഇതിനേക്ക് വേണ്ടി ഒരു പ്ലാൻ ചെയ്തത്. ഞങ്ങളെല്ലാവരും അങ്ങനെ ഉച്ചയ്ക്ക് ഒത്തുകൂടി. അപ്പോൾ ഉമ്മലസത്തുള്ള തട്ടുകളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ മാൽക്കിയിലുള്ള യുണൈറ്റഡ് അക്വാകൾച്ചർ ഫിഷ് ഫാം കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാബത്ത് ഫാമിലി അവരെ വണ്ടിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ മാൽക്കി എത്താറായി. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ 3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ യുണൈറ്റഡ് അക്വാകൾച്ചർ ഫിഷ് ഫാമിൽ എത്തിച്ചേരും. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അവിടെ മീനുകളെ ഫീഡ് ചെയ്യാനോ അതുപോലെ തന്നെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ളൊക്കെ സൗകര്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈ ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളിപ്പോൾ മൽക്കയിലുള്ള യുണൈറ്റഡ് അക്വാകൾച്ചർ കമ്പനിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിനുള്ളിലാണ് ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 മണി മുതൽ 5:40 വരെയാണ്. സൺഡേ ക്ലോസ് ആണ്. ബാക്കിയുള്ള 6 ദിവസങ്ങളിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5:40 വരെയാണ് പ്രവർത്തിക്കുന്ന വലിയൊരു ഫിഷ് ഫാമാണ് ഈ മൽക്കയിലുള്ളത്. യുണൈറ്റഡ് അക്വാകൾച്ചർ കമ്പനി എന്നാണ് ഈ ഫിഷ് ഫാമിൻ്റെ പേര്. ഞങ്ങളിപ്പം എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ പാർക്കിങ്ങിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. റോഡ് സൈഡിൽ തന്നെ വണ്ടി ഇട്ടിട്ട് വേണം പോകേണ്ടത്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നേരെ ഈ അക്വാകൾച്ചർ കമ്പനിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ എൻട്രൻസിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ഡെസ്കിൽ അവിടെ ഒരു കൗണ്ടർ ഇരിപ്പുണ്ട്. ആ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് അകത്തേക്ക് കയറുന്നതിനുള്ള പ്രവേശന ടിക്കറ്റ് അല്ലെങ്കിൽ എൻട്രി ഫീ ഒക്കെ നമ്മൾ അവിടെയാണ് പേ ചെയ്യുന്നത്. അത് എത്രയാണെന്ന് ഇപ്പോൾ നോക്കിയിട്ട് പറയാം. ഈ ഫിഷ് ഫാമിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് ഒരാൾക്ക് 1 ദിനാർ എന്ന നിലയിലാണ് അവർ ചാർജ് ചെയ്യുന്നത്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5:30 വരെ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ഫിഷ് ഫാമാണ് ഈ മൽക്കിയിലുള്ളത്. യുണൈറ്റഡ് അക്വാകൾച്ചർ ഫിഷ് ഫാം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സൺഡേ ഇത് പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ കൗണ്ടറിൻ്റെ അടുത്ത് മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ട് അപ്പോൾ ഞങ്ങളും എന്തായാലും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു.
പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു മനോഹരമായ ഒരു മജ്‌ലിസും അതുപോലെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഒരു വാട്ടർഫാളൊക്കെ അവിടെ കാണുവാൻ കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു അതിനകത്ത് മീനുകളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് കുറേ നേരം നോക്കി ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. അത് വെറുതെ ഉള്ള ഒരു വാട്ടർഫാളും അതുപോലെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെയാണ്. അതിനടുത്ത് മജ്‌ലിസും ഒരു ഓഫീസ് സെറ്റപ്പൊക്കെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായ ടാങ്കുകളും അതുപോലെ തന്നെ മത്സ്യങ്ങളെയൊക്കെ കാണുവാൻ കഴിഞ്ഞ് ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ ഈ അകത്ത് മീനുകളെ ഫീഡ് ചെയ്യുന്നതിന് 500 ഫിൽസും അതുപോലെ തന്നെ മീൻ പിടിക്കുന്നതിന് 1 ദിനാർ എന്ന നിലയിലാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതിന് പ്രത്യേകം കൗണ്ടറുകളൊക്കെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് തന്നെ നമുക്ക് ബെനിഫിറ്റ് ചെയ്യുകയോ ക്യാഷ് കൊടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഞങ്ങളിപ്പോൾ എന്തായാലും ആ സ്വിമ്മിംഗ് പൂളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ച കണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് മനോഹരമായ ഒരു പ്ലേ സ്റ്റേഷൻ കാണുവാനിടയത്. ആ പ്ലേ സ്റ്റേഷനിൽ കുട്ടികൾക്ക് കളിക്കുവാനും റെസ്റ്റ് എടുക്കുവാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ പ്ലേ സ്റ്റേഷൻ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മനോഹരമായ രൂപകൽപ്പന ഏവരെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു രൂപകൽപ്പനയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങളും റൈഡ്സുകളും അതുപോലെ തന്നെ പല നിറത്തിലും വർണ്ണത്തിലുള്ള ടേബിളുകളും കസേരകളൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. കുട്ടികൾക്ക് ഇരിക്കുവാനും നടക്കുവാനും അതുപോലെ തന്നെ കളിക്കുവാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ആ പ്ലേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ പ്ലേ സ്റ്റേഷൻ അടുത്ത് മനോഹരമായ ഒരു വലിയ ടാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം 15 മീറ്റർ നീളവും 8 മീറ്റർ വീതിയും അതുപോലെ തന്നെ 2 മീറ്ററുള്ള ഡെപ്തും വരുന്ന ഈ ടാങ്കിനുള്ളിൽ തിലോപ്പി ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് അവർ വളർത്തുന്നത്. ഈ മത്സ്യങ്ങളെയൊക്കെ നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാനുള്ള സൗകര്യങ്ങളും അവർ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ടാങ്കിനടുത്തായി ഒരു കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. ആ കൗണ്ടറിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ 1 BD കൊടുത്തു കഴിഞ്ഞാൽ 50 മിനിറ്റ്സ് നമുക്ക് ചൂണ്ടയിടാനുള്ള സൗകര്യം ഒരുക്കി തരും. ചൂണ്ടയും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ആ ചൂണ്ടയിട്ട് കിട്ടുന്ന മത്സ്യങ്ങളെ നമുക്ക് തൂക്കമനുസരിച്ച് മേടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതായത് ഇതിനകത്ത് ബ്ലാക്ക് തിലോപ്പിയും റെഡ് തിലോപ്പിയാണ് അവർ വളർത്തുന്നത്. നമുക്ക് റെഡ് തിലോപ്പിക്ക് കിലോയ്ക്ക് 4.5 BD എന്ന നിരക്കിലാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് തിലോപ്പിക്ക് കിലോയ്ക്ക് 3.5 BD എന്ന നിരക്കിലാണ് അവർ ചാർജ് ഈടാക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഈ മീനുകളെ പിടിക്കുകയും അതിൻ്റെ തൂക്കം അനുസരിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എന്തായാലും മനോഹരമായ ഒരു വലിയ ടാങ്കാണ്. ഈ വീഡിയോയിൽ ഇത്രമാത്രം മത്സ്യങ്ങളുണ്ടെന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയില്ല. എന്നാലും ഫിസിക്കലി നോക്കുമ്പോഴത്തേക്ക് അത്രമാത്രം ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി മത്സ്യങ്ങളാണ് ഈ ടാങ്കിനുള്ളിൽ അവർ നിക്ഷേപിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഫിഷ് ഫാമിന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ്. കേരളത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. കേരളത്തിൽ കാണുന്ന പച്ചക്കറികളും ജൈവവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ കാണുവാൻ സാധിക്കും. വാഴയും തെങ്ങും മാവും പ്ലാവും മരച്ചീനിയും കപ്പയും വേപ്പിലയും ചെറുനാരകവും ചെറി ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറികളും ക്യാരറ്റും മത്തങ്ങയും ടൊമാറ്റോയും മുളകൊക്കെ നമുക്കിവിടെ യഥേഷ്ടം വളർന്നു നിൽക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് വെള്ളം കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇതൊക്കെ നല്ല ഫലത്തോടു കൂടി നല്ല പച്ചിപ്പോടു കൂടിയാണ് ഇവിടെ തഴച്ചു വളരുന്നത്. ഞങ്ങൾ ഇവിടത്തേക്ക് കാഴ്ചകൾ കണ്ടതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി. അവിടെ 6ഓളം വലിയ ടാങ്കുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ടാങ്കുകളിലൊക്കെ പലതരത്തിലുള്ള വർണ്ണ മത്സ്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഗോൾഡ് ഫിഷ്, കാർപ്പ് അതുപോലെ പേരറിയാത്ത ഒരുപാട് മത്സ്യങ്ങളാണ് ഈ ടാങ്കുകളിലൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ മത്സ്യങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. ആ ഒരു ഫീഡിംഗ് ബോട്ടിൽ നമുക്ക് ആ ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. 500 ഫിൽസ് കൊടുത്താൽ ആ ഫീഡിംഗ് ബോട്ടിൽ ഫുഡൊക്കെ അവർ ഫില്ല് ചെയ്ത് നമുക്ക് തരും. ആ ഫീഡിംഗ് ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈ മത്സ്യങ്ങളെയൊക്കെ ഫീഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമറകളും സ്റ്റാഫുകളൊക്കെ ഓരോ സെക്ഷനിലും അവർ നിയോഗിച്ചിട്ടുണ്ട്. കാര്യം ഇതെല്ലാം ഓപ്പൺ ടാങ്കാണ്. ഇത്തരം ടാങ്കുകളിലൊക്കെ കുട്ടികളൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തെറിയാനും അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കലക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരം ഏരിയകളിൽ നിരീക്ഷണ ക്യാമറകളും സ്റ്റാഫുകളെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി ഒരുപാട് മത്സ്യങ്ങൾക്കൊക്കെ ജീവഹാനി വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരം ഇൻസ്ട്രക്ഷൻ ബോർഡുകളെയും സ്റ്റാഫുകളെയൊക്കെ അവർ സ്ട്രിക്റ്റായിട്ട് ഇത്തരം മേഖലകളിൽ നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് വർണ്ണ മത്സ്യങ്ങളെയൊക്കെ നമുക്ക് ഈ ടാങ്കുകളിലൊക്കെ കാണുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്റർ ചെയ്യുന്ന മറ്റ് ടാങ്കുകളും അതിൻ്റെ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഈ ഏരിയയിൽ കാണുവാൻ സാധിക്കുന്നു. നമ്മൾ ഫിഷിന് ഫീഡ് ചെയ്യാനുള്ള ഫുഡൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു.
അപ്പോൾ കിച്ചു ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയാസ് ഓരോ ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്, ട്രൈ ചെയ്യുവാണ്. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന സമയത്താണ് ആ വലിയ ടാങ്കിൽ കുറച്ച് പേർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനിടയത്. എന്തായാലും ലൈവായിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കാഴ്ചയല്ല. അപ്പോൾ കുറച്ച് നേരം നിന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. കുറേ നേരം നിന്നതിന് ശേഷമാണ് അവരെ ചൂണ്ടയിൽ മീനുകൾ കൊത്തിയത്. അങ്ങനെ മീൻ കൊത്തിയ സമയത്ത് അവർ ചൂണ്ട പൊക്കി മീനൊക്കെ എടുത്ത് കരയിലേക്ക് ഇടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും അപ്പൻ്റെയും മോൻ്റെയും ചൂണ്ടയിൽ ഓരോ മീനുകളാണ് കൊത്തിയിരിക്കുന്നത്. അപ്പോൾ ആ മീനുകളെയൊക്കെ അവർ പിടിച്ച് ഒരു കൂടയിലാക്കുന്നതായി കണ്ടു. പിന്നെ അത് തൂക്കം അനുസരിച്ച് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ്. ലൈവായിട്ട് അവർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ബേറാപ്പിളിൻ്റെ ഒരു ചെടിയുണ്ട്. ബേറാപ്പിളിൻ്റെ ഒരു ചെറിയ ഫലവൃക്ഷമുണ്ട്. ലോക്കൽ പ്രൊഡക്റ്റാണത്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ ബേറാപ്പിളുകളൊക്കെ പറിച്ചെടുക്കാൻ പറ്റും. പഴുത്തത് നല്ല മധുരമാണ്, പക്ഷേ പഴുക്കാത്തൊരു ചെറിയ കാറൽ ചവയുണ്ട്. ഇതാണ്ട് സൂപ്പർ സാധനം. ഇതിനകത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഒരുപാട് ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ഔഷധ ചെടികളൊക്കെ ഉണ്ട്. അത് മൈലാഞ്ചി കാണാം, അതുപോലെ തന്നെ പീനട്ട് കാണാം, പിന്നെ ഇത് ബേറാപ്പിൾ കാണാം, അതുപോലെ തന്നെ ടൊമാറ്റോ, നാരകങ്ങൾ, വലിയ ചെറുനാരങ്ങയും വലിയ നാരങ്ങയും, വാഴകൾ, അങ്ങനെ ഒരുപാട് സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും ഔഷധ ചെടികളൊക്കെ ഇതിനുള്ളിലുണ്ട്. എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ്. ബഹറിലുള്ളവർ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ഫിഷിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ എൻട്രി ഫീ 1 ദിനാറാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനിപ്പിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്താണ് യാദൃച്ഛികമായി എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്ത സേഫ്റ്റി മാനേജറായ സാദിഖിനെ കണ്ടുമുട്ടുന്നത്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞങ്ങൾ ആ ഫിഷ് ഫാമിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെയും കുടുംബത്തെയും കണ്ടുമുട്ടിയത്. ഒരുപാട് സന്തോഷം തോന്നി. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ഞാൻ വർക്ക് ചെയ്ത പഴയ കമ്പനിയിലെ സേഫ്റ്റി മാനേജറായിരുന്നു സാദിഖ്, ഒരു ബഹറിനെയാണ്. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് റിസൈൻ ചെയ്ത് പോയി മറ്റ് സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ പരസ്പരം ഒരു കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ നേരിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞങ്ങൾ ഈ ഫിഷ് ഫാമിൽ വെച്ച് കാണുന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനിപ്പിച്ച് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. മൽക്കിയയിലുള്ള യുണൈറ്റഡ് അക്വാകൾച്ചർ ഫിഷ് ഫാമിലാണ് ഞങ്ങൾ വന്നത്. മനോഹരമായ കാഴ്ചകളാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട്. മത്സ്യങ്ങളെ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫിഷിങ്ങിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ ഈ ഫിഷ് ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മൽക്കിയിൽ നിന്ന് ഉമ്മലസത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൽക്കിയിലുള്ള യുണൈറ്റഡ് അക്വാകൾച്ചർ ഫിഷ് ഫാമിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീണ്ടും മനോഹരമായ ഒരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.